സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളൊക്കെ കേട്ടു അറിഞ്ഞുമൊക്കെ ഉള്ള വിവരങ്ങളായിരിക്കും. എന്നാലും എൻ്റെ ഒരു അഭിപ്രായം പറയാനായിട്ട് ഞാൻ വരുന്നത്. നിങ്ങളൊക്കെ കേട്ട് കാണും. എന്നാൽ മരിയ ജോസഫ്, ജിജി മരിയോ, ഇവർ തമ്മിലുള്ള ഞാൻ ഇവരുടെ യൂട്യൂബൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തന്നെ മടുത്തിട്ട് ഞാൻ നിർത്തി. കാര്യം ഇത് ഉഡായിപ്പാണെന്ന് എനിക്ക് ഇവരുടെ കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിരുന്നു. പക്ഷേ കേരളക്കാരെ പറ്റിക്കാനായിട്ട് അധികം സമയമൊന്നും വേണ്ട. ഇപ്പം എങ്കിലും മനസ്സിലായോ, ഇവരെ പൈസ ഉണ്ടാക്കാനായിട്ട് ഉള്ള ഒരു പരിപാടിയായിരുന്നു. അല്ലാതെ സിനിമയിൽ അഭിനയിക്കുന്ന പോലെ ഇവർ ഭയങ്കര സ്നേഹപ്രകടനങ്ങളൊക്കെ കാണിച്ച് മറ്റുള്ളവരെ പറ്റിച്ചുകൊണ്ടിരുന്നു. അവർ പൈസ ഉണ്ടാക്കി, ഇവർ ട്രസ്റ്റൊക്കെ നടത്തി. ട്രസ്റ്റ് ഒരു കാരണവശാലും ഈ ട്രസ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അധ്വാനിച്ച പൈസ കൊണ്ട് ആർക്കെങ്കിലും കൊടുക്കുക. അല്ലാതെ ട്രസ്റ്റ് എന്ന് പറഞ്ഞ് മറ്റുള്ളവരുടെ പൈസ മേടിച്ചിട്ട് കൊടുക്കാതിരിക്കുക. ഇത് ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് പറഞ്ഞതേ ഉള്ളൂ. പക്ഷേ ഈ ദമ്പതികൾ ഇവർ ഭയങ്കര ഉഡായിപ്പായി. ഇവർ മറ്റുള്ളവരെ കളിപ്പിക്കാനായിട്ടുണ്ടാക്കിയ ഒരു പരിപാടിയായത്. ഇവർ രണ്ടും, ഒരാൾ വേറൊരു മതസ്ഥനായിരുന്നു, അദ്ദേഹം ക്രിസ്തു മതത്തിലേക്ക് ചേർന്നു. ഇവർ രണ്ടുപേരും കൂടെ മുരിങ്ങൂർ വെച്ച് കണ്ടുമുട്ടി എന്നൊക്കെയാണ് പറയുന്നത്. എല്ലാം ആത്മീയ തട്ടിപ്പാണ് ഇതിൻ്റെ ഇടയ്ക്കും. അപ്പോൾ ഇതെല്ലാം തട്ടിപ്പുകളാണ്, ആത്മീയവും തട്ടിപ്പാണ്. ഈ ട്രസ്റ്റ്, എല്ലാ ട്രസ്റ്റും തട്ടിപ്പാന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ഇവരെ വെച്ചുകൊണ്ട് ഇവരിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിഷുപ്പലക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ടി വിയിലൊക്കെ ടി വിയിലല്ല, ഈ യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷേ മലയാളികൾക്കാണ് തെറ്റ് പറ്റുന്നത്. ഇവരുടെ ഈ കാര്യങ്ങളൊക്കെ എന്തൊരു സ്നേഹപ്രകടനങ്ങളൊക്കെയാണ് ഇത് കാണുന്നത്. നമ്മൾ തന്നെ ഓർക്കും ഇത്ര മാതൃക ദമ്പതികൾ. പക്ഷേ എനിക്ക് പണ്ട് തൊട്ടേ ഇതൊരു സംശയം ഉണ്ടായിരുന്നു, ഇവരൊരു ഉഡായിപ്പ. കാര്യം ഇവർ ചുമ്മാതെ പൈസ ഉണ്ടാക്കാനായിട്ടോ പൈസ ഉണ്ടാക്കാനല്ല യൂട്യൂബ് വരുന്നത്. യൂട്യൂബ് കാണിക്കുമ്പോഴത്തേന് ഇത് മറ്റുള്ളവർ ഇവരെ വിളിച്ചുകൊണ്ട് പോയി അവിടെ ഇവിടെയൊക്കെ അവർക്ക് ഉപദേശം കൊടുക്കുക. ഈ ഉപദേശം മേടിച്ചവരൊക്കെ ഇപ്പം മനസ്സിലാക്കിക്കോ, സ്വന്തമായിട്ട് ഒരു നിലപാടില്ലാത്തതോ അല്ലെങ്കിൽ ഒരു കുടുംബം നിലനിർത്താൻ പറ്റാത്തവരാണ് മറ്റുള്ളവർക്ക് ഉപദേശം കൊടുത്തിരുന്നത്. ഇത്രയും മനസ്സിലായല്ലോ. ഇനിയെങ്കിലും ഇതുപോലുള്ള തട്ടിപ്പുകളില്ലാത്ത കേരളക്കാർ വീഴാതിരിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.